ഹയ്യോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് വെറൈറ്റി കുറച്ച് ഡ്രസ്സിൻ്റെ മോഡൽസും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ കാണുമ്പോൾ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈക്കിനും കമൻറ്റിനൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ സ്കേർട്ട് ആൻഡ് ടോപ്പും ഉണ്ട്, അതുപോലെ ഫ്രോക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് 1 ഇയർ ബേബി ഫുൾ സെറ്റിൻ്റെ ഫ്രോക്കാണ്. അത് നമ്മൾ 18 സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 22 ആണ് ഫുൾ ലെങ്ത്ത് വന്നിട്ടുള്ളത്. ഫുൾ ലെങ്ത്താണ് ബേബി ഫ്രോക്ക്. അതുപോലെ തന്നെ ഷൂ ആൻഡ് ഹെഡ് ബാൻഡ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ. അപ്പോൾ താഴെ 2 സ്റ്റെപ്പ് ഫ്രില്ലും എടുത്തിട്ടുണ്ട്. ഹെവി ആയിട്ടുള്ള ലെയറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5 ലെയർ ഫ്രില്ല് എടുത്തിട്ട് അതിൽ ആണ് നമ്മൾ ഈ റഫിൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ടോപ്പ് പാർട്ട് 7 ഇഞ്ചും താഴേക്കുള്ളത് 15 ഇഞ്ചും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹൈനെക്കാണ്. അതുപോലെ ഹൈനെക്കിലും നമ്മൾ ഹാൻഡ് വർക്കിൻ്റെ ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേസ്റ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷൂ ഹെഡ് ബാൻഡൊക്കെ നമ്മൾ പൂ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8 മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അതുപോലെ ലൈനിങ് 1 മീറ്റർ 1.25 മീറ്റർ വന്നിട്ടുണ്ട്. കോട്ടനും അതുപോലെ തന്നെ 1.25 മീറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലേസ് ഒരു 3/4 മീറ്ററിൻ്റെ ആ ഒരു അളവിലും വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇത് ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്നു 1,800 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് സ്റ്റിച്ചിങ് ചാർജ് മാത്രം ഏകദേശം 1000 രൂപേൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ആ താഴെയുള്ള ഫ്രില്ല് 3 സ്റ്റെപ്പ് അല്ല കേട്ടോ, ഒരു സ്റ്റെപ്പിൽ നല്ല തിക്കായിട്ട് കൊടുത്തിട്ടുള്ള ഫ്രില്ലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മാംഗോ യെല്ലോ ആണ് ഈ ഒരു ഫ്രോക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒരു 2 ഏജ് ആകുമ്പോൾ നമുക്ക് ലെങ്ത്ത് മാത്രമേ കുറച്ച് കൂടുന്നുള്ളൂ. അത് താഴത്തെ ഒരു സ്കേർട്ട് പോർഷനോ ടോപ്പ് പോർഷന് 1/2 ഇഞ്ച് കൂട്ടി കൊടുത്താൽ മതി. സ്കേർട്ട് പോർഷൻ 1 ഇഞ്ചോ ഒക്കെ അങ്ങനെയൊക്കെ കൂട്ടി കൊടുത്താലും ഒരു 2 ഇയർ സൈസ് കറക്റ്റായി വരും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫുൾ ലെങ്ത്ത് ഫ്രോക്ക് ഒരു 5 ഇയർ ബേബീൻ്റെ ആണ് കേട്ടോ. 6 ഇയർ ബേബീൻ്റെ ആണ്. 36 സൈസിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. 36 ലെങ്ത്തിൽ സൈസല്ല, 36 ഫുൾ ലെങ്ത്താണ് കേട്ടോ. 28 ആണ് നമ്മൾ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ 36 ഇഞ്ച് ഫുൾ ലെങ്ത് ആയിട്ട് വരുന്നുണ്ട്. താഴെ ഫ്ലവർ നെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ടോപ്പ് പാർട്ട് നമ്മൾ വർക്ക് മെറ്റീരിയലുമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടോപ്പ് പാർട്ട് നമുക്കൊരു മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ട്. താഴെ ഫ്ലവർ നെറ്റ് മാത്രം നമ്മൾ 5.5 മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഉള്ളിൽ പ്ലെയിൻ നെറ്റും ഡബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്ലെയറായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 മീറ്റർ കോട്ടൺ ലൈനിങ്ങും 2 മീറ്റർ ക്രേപ്പ് ലൈനിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് 3000 രൂപയാണ് കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ് ചാർജ് വന്നിട്ടുള്ളത് ഒരു 600 രൂപ ആ ഒരു റേഞ്ചിലുമാണേ. അപ്പോൾ അതായത് ഈ ഒരു ഫ്രില്ല് ഇതൊന്നും നമുക്ക് എക്സ്ട്രാ കൊടുക്കുന്നതല്ല, ഇത് ഓൾറെഡി നമ്മൾ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു ഫ്ലവറൊക്കെ. അപ്പം പിന്നെ എന്താ പറയുക, ഒരു 5 മീറ്റർ 5.5 മീറ്ററൊക്കെ കൊടുത്താലും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഹൈനെക്കും ഫുൾ സ്ലീവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫുൾ സ്ലീവിന് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളിലേക്ക് പ്ലെയിൻ നെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 4 മീറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ലെയറായിട്ട് നമ്മൾ പ്ലെയിൻ നെറ്റ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. 4 മീറ്ററും അതിൻ്റെ സൈഡത്തെ പീസും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പഫി ആയിട്ടും കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ഇതൊരു 3 ഇയർ ബേബീൻ്റെ സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. ഇത് ബ്ലൗസ് വന്നിട്ടുണ്ടായിരുന്നത് 11 ഇഞ്ചും സ്കേർട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു 15 ഇഞ്ചും ആ ഒരു സൈസിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 18 ഇഞ്ച് ഫുൾ ലെങ്ത്താണ്. 18 ഇഞ്ച് സ്കേർട്ട് വന്നിട്ടുണ്ട്. താഴെ നല്ല ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹെവി ഫ്രില്ലാണ് കേട്ടോ. ഈ ഒരു സ്കേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു 6 മീറ്ററിൻ്റെ മുകളിൽ 7 മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ. 5 മീറ്ററിലാണ് നമ്മൾ ഈ റഫിൾ കൊടുത്തിട്ടുള്ളത്. ആ ഒരു റഫിൾ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഫോട്ടോസും പോലത്തെ എല്ലാ ഒരു ടൈപ്പ് മോഡൽ തന്നെ നല്ല തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിൽ നമ്മൾ ഇതിന് സിബല്ല കേട്ടോ, ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ബട്ടൺസും കൊടുത്തിട്ട് സ്കേർട്ട് പോർഷൻ്റെ ആ ഒരു കളർ സെയിം ആയിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത് പഫ് സ്ലീവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടോപ്പിന് നമുക്കൊരു 3/4 മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു. സ്കേർട്ടിന് പ്ലെയിൻ നെറ്റ് ഒരു 7 മീറ്ററും ലൈനിങ് 1 മീറ്റർ, അങ്ങനെ കോട്ടനും 1 മീറ്റർ ആ ഒരു ലെവലിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ടോട്ടലി കൊടുത്തുകണ റേറ്റ് എന്ന് പറഞ്ഞാൽ 2000 രൂപയാണ്. അപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് ഒരു 1000 രൂപേൻ്റെ താഴെ സ്റ്റിച്ചിങ് ചാർജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ താഴെയുള്ള ഫ്രില്ലിടാനാണ് അധികം നമുക്ക് കുറച്ചും കൂടെ ഒരു എഫേർട്ട് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിനൊക്കെ നമ്മളൊരു 1000 രൂപേൻ്റെ ഉള്ളിൽ എന്ന് പറയണത്. അപ്പോൾ പലരും പല റേറ്റിലാണ് വാങ്ങുക. അപ്പോൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഒരു 600 ആ ഒരു ചാർജൊക്കെ വാങ്ങിച്ചാൽ മതി. കുറച്ചും കൂടെ നല്ല എക്സ്പീരിയൻസ് ആവുകയാണെങ്കിൽ ഒരു 1000 രൂപേൻ്റെ ഉള്ളിലൊക്കെ വാങ്ങിക്കട്ടെ. അതിനനുസരിച്ചുള്ള നല്ല ഭംഗിയിലും ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഒരു ലെയർ ഫ്രോക്കാണ് കേട്ടോ. 1 ഇയർ ബേബി സൈസിൽ 18 സൈസിലാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോപ്പ് പോർഷന് ഗ്ലിറ്ററാണ്, താഴേക്കുള്ള 2 ലെയറും നമ്മൾ ഗ്ലിറ്ററിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റോയൽ ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ടോപ്പ് പോർഷൻ്റെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചും താഴേക്ക് വരുന്നത് 11 ഇഞ്ചും ആ ഒരു സൈസിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോ എടുത്തിട്ടുണ്ട്. സിൽവറാണ് കേട്ടോ ബോ സീക്വൻസിൻ്റെ. അതുപോലെ ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കിൻ്റെ ലേസും കൊടുത്തിട്ടുണ്ട്. അതും സിൽവർ ആ ഒരു ടച്ചിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഗ്ലിറ്റർ വരുന്നത് സിൽവർ ടച്ചാണല്ലോ, അതുകൊണ്ട് തന്നെ അതും നമ്മൾ ആ സിൽവറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ പ്ലീറ്റഡ് ആണ് ഇതിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്ലിറ്റർ 2 കളറും 3 മീറ്റർ വീതം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ലൈനിങ് 1 മീറ്റർ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടലി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1800 നമ്മൾ ഇതിന് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 800 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹെവി ആയിട്ട് നമ്മൾ പ്ലീറ്റഡൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഫ്രോക്കാണ്. ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ടോപ്പ് പോർഷൻ നമ്മൾ നല്ല പ്ലീറ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെയിം ഹെഡ് ബാൻഡും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ബോ കൊടുത്തിരിക്കണം ആ ഒരു സെയിം തന്നെയാണ് ഇതിൻ്റെ ഹെഡ് ബാൻഡും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിൽ ഇതാ നല്ലൊരു ബോ കൊടുത്തിരിക്കണം ആ ഒരു ഭംഗി തന്നെ നമ്മൾ ഹെഡ് ബാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും ഡീറ്റെയിൽസും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.